ഹലോ കൂട്ടുകാരെ, എക്സ്ട്രാ ടിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെയാ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഇന്ന് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു പടം കണ്ടാലോ? ഗാർഹിക പീഡനങ്ങൾ പ്രമേയമാക്കി ഒത്തിരി സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും അത്തരമൊരു കഥയിൽ ഹൊറർ എലമെന്റും മിസ്റ്ററിയും കൂടി വന്നപ്പോൾ കിടിലൻ സർപ്രൈസ് തന്നൊരു പടമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സോ പറഞ്ഞു വരുന്നത് 2020 പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് സൈഫൈ ഹൊറർ ത്രില്ലറായ ദ ഇൻവിസിബിൾ മാൻ എന്ന മൂവിയെക്കുറിച്ചാണ്. കൂടുതലൊന്നും പറയാതെ നമ്മൾ ഈ കഥ കേൾക്കാൻ പോവുകയാണ്. അപ്പോ നമ്മൾ ഈ സിനിമക്കുള്ളിലേക്ക് കടക്കുകയല്ലേ? ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ലേഡിയെയാണ്. ഇവളാണ് നമ്മുടെ കഥയിലെ നായിക സിസിലിയ. നമുക്കിവളെ ലിയ എന്ന് വിളിക്കാം. സമയം വെളുപ്പിന് 3:42 ആകുമ്പോൾ അവൾ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുന്നുണ്ട്. മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഡയസപ്പം എന്നൊരു മരുന്നെടുത്ത് അവളുടെ ഹസ്ബൻഡായ എഡ്രിയാൻ ഉറങ്ങുകയാണെന്ന് ഉറപ്പിച്ചിട്ട് മുന്നോട്ട് നടക്കുകയാണ്. അവളുടെ മുഖത്ത് നല്ല ഭയമുണ്ട്. എന്നാലും നേരത്തെ എടുത്തു വെച്ചിരുന്ന ബാഗിൽ ഇപ്പോഴത്തെ മരുന്നും കാര്യങ്ങളും വെച്ച് അവൻ ഉറങ്ങുന്ന മുറിയിൽ ഒരു ക്യാമറയും ഫിക്സ് ചെയ്യുകയാണ്. അവൾ മെല്ലെ ശബ്ദം ഉണ്ടാക്കാതെ അടുത്ത മുറിയിലേക്ക് പോകുമ്പോൾ അവിടെ ഹൈടെക് ലാബ് പോലത്തെ ഒരു സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ലിയയാണെങ്കിൽ ആ വീട്ടിലെ സിസ്റ്റത്തിൽ CCTV ക്യാമറാസും അതുപോലെ സെക്യൂരിറ്റി അലാംസും ഓഫ് ആക്കുന്നു. ഇടയ്ക്ക് അവളുടെ ഫോൺ നോക്കിയിട്ട് എഡ്രിയാൻ ഉറങ്ങുകയാണെന്ന് അവൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ ഒരു പുതിയൊരു എക്യുപ്മെന്റ് അവൾ കാണുകയാണ്. എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ലിയ എന്ന് ഇതിനോടകം നമുക്ക് മനസ്സിലാക്കാം. പെട്ടെന്ന് അവളുടെ കാൽ തട്ടി അവളുടെ വളർത്തുനായ ഭക്ഷണം കഴിക്കുന്ന പാത്രം ഒന്ന് മറിയുന്നുണ്ട്. ആ ഒരു ശബ്ദം കേട്ട് എഡ്രിയാൻ എഴുന്നേൽക്കുമെന്ന് പേടിച്ചെങ്കിലും അവൻ ഉറക്കത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവൾ പുറത്ത് കടക്കുമ്പോൾ കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് അവരുടെ ആ ഒരു വളർത്തുനായെ കാണുകയാണ്. അതിനെ കൂടെ കൊണ്ടുപോകാനുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് അവൾ അതിന്റെ കഴുത്തിലെ ബെൽറ്റ് അഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നായ അറിയാതെ കാറിൽ ഇടിക്കുമ്പോൾ കാറിൽ സെക്യൂരിറ്റി അലാം ഓൺ ആവുകയും വലിയൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ നായ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അതുപോലെ ലിയയും ആ വീടിന്റെ മതിൽ ചാടി അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അതിനിടയിൽ ശബ്ദം കേട്ട് വീട്ടിലെ ലൈറ്റ്സ് എല്ലാം ഓൺ ആകുന്നുണ്ട്. അവിടെ ശരിക്കും ആൾതാമസമില്ലാത്ത വലിയൊരു കാട് പോലത്തെ ഒരു പ്രദേശമായിരുന്നു. അവൾ എങ്ങനെയൊക്കെയോ അതൊക്കെ കടന്ന് റോഡിലെത്തുകയാണ്. അവിടെ ലിയയുടെ സിസ്റ്ററായ എമിലിയോട് നേരത്തെ വരാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിരുന്നു. അതനുസരിച്ച് കാറുമായി എമിലിയും എത്തിയിട്ടുണ്ട്. ലിയ ബാഗ് എടുത്ത് കാറിൽ വെക്കുമ്പോൾ അവളുടെ ആ ഒരു ടാബ്ലറ്റിന്റെ ബോട്ടിൽ നിലത്ത് വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ലിയയുടെ പ്രശ്നമെന്നറിയാതെ എമിലി അവളോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു സമയത്ത് എഡ്രിയാൻ അവിടേക്ക് ദേഷ്യത്തോടെ വരികയും കാറിലെ വിൻഡോ ഗ്ലാസ് തകർത്ത് അവരെ പേടിപ്പിക്കുകയും ചെയ്യുകയാണ്. അയാൾ ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ് ലിയയുടെ ഡ്രസ്സിൽ പിടിച്ച് വലിക്കുമ്പോൾ പേടിക്കുന്ന എമിലി വേഗം കാറെടുത്ത് അവിടുന്ന് പോവുകയാണ്. ലിയ അപ്പോഴും പേടിച്ച് കരയുകയായിരുന്നു. അവനാണെങ്കിൽ അന്നേരം നിലത്ത് വീണ ആ ഒരു മെഡിസിൻ ബോട്ടിലുണ്ടല്ലോ അത് കയ്യിലെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് 2 ആഴ്ചകൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ലിയ ഇപ്പോഴുള്ളത് എമിലിയുടെ ഫ്രണ്ടായ ജെയിംസിന്റെ വീട്ടിലാണ്. ഇപ്പോഴും പേടി കാരണം മര്യാദക്കൊന്ന് ഉറങ്ങാൻ പോലും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാലും ജെയിംസ് അവളെ നന്നായിട്ട് എൻകറേജ് ചെയ്ത് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ പറയുമ്പോൾ പുറത്തുള്ള ലെറ്റർ ബോക്സിന്റെ അടുത്തുവരെ പോകാൻ പോലും അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നുകയാണ്. ഇതെല്ലാം പതിയെ ശരിയാകുമെന്നും അവൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലിയക്കാണെങ്കിൽ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ അതിലെ ക്യാമറയിലൂടെ ആരെങ്കിലും അവളെ വാച്ച് ചെയ്യുമോ എന്നൊരു പേടിയുമുണ്ട്. അപ്പോഴാണ് അവിടേക്ക് ഒരു ന്യൂസും കൊണ്ട് ലിയയുടെ സിസ്റ്റർ എമിലി വരുന്നത്. എമിലിയുടെ അഡ്രസ് ലിയയുടെ ഹസ്ബൻഡിനെ അറിയാവുന്നത് കൊണ്ട് അവളെ ഫോളോ ചെയ്ത് അയാൾ ഇവിടേക്ക് വരുമോ എന്നായിരുന്നു ലിയയുടെ അടുത്ത പേടി. പക്ഷേ ഇനി ആ പേടി വേണ്ട എന്നും, കാരണം അയാൾ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു എന്നുമാണ് എമിലി പറയുന്നത്. അവളുടെ ഹസ്ബൻഡ് എഡ്രിയാൻ എന്ന് പറയുന്ന ആള് ഒപ്റ്റിക് രംഗത്തെ ഒരു വലിയൊരു പ്രഗത്ഭനും ടെക് ഓൺടർപ്രണറും ഒക്കെ ആയതുകൊണ്ട് ആ ഒരു വാർത്ത ഒരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു. ആ ഒരു ന്യൂസ് വായിച്ചു കഴിയുമ്പോൾ ലിയ കുറച്ച് ഓക്കെ ആകുന്നുണ്ട്. സോ അവൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ അവരോട് തുറന്നു പറയുകയാണ്. ലിയയുടെ ഹസ്ബൻഡ് ഒരു വല്ലാത്തൊരു ടൈപ്പായിരുന്നു. അയാളുടെ ലാബിലെ ഒരു എക്യുപ്മെന്റ് പോലെയാണ് ലിയയെയും അയാൾ ട്രീറ്റ് ചെയ്തിരുന്നത്. എല്ലാം അയാളുടെ ഒരു നിയന്ത്രണത്തിലായിരുന്നു. അവളുടെ ഡ്രസ്സ്, ലുക്ക്, ഫുഡ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം അയാൾ പറയുന്നത് പോലെ മാത്രം. ഒടുവിൽ അവൾ എന്ത് ചിന്തിക്കണമെന്ന് പോലും അയാൾ തീരുമാനിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാളുടെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഇനി അയാളെ അവൾ അനുസരിച്ചില്ലെങ്കിലോ? അയാൾ അവളെ നന്നായിട്ട് ഉപദ്രവിക്കും. ശരിക്കും ഒരു അടിമയെപ്പോലുള്ള ജീവിതമായിരുന്നു അവൾക്ക്. ഇനി അങ്ങനെ ലിയ അയാളെ ഉപേക്ഷിച്ചു പോകുമോ എന്നൊരു സംശയം തോന്നിയപ്പോൾ അയാൾക്ക് ഒരു കുഞ്ഞിനെ വേണമെന്നായി. അതായി അയാളുടെ അടുത്ത ആവശ്യം. അത് തടയാനായിട്ട് അവൾ ആദ്യം ഗർഭനിരോധന ഗുളിക ഒക്കെ കഴിച്ചു. പക്ഷെ കുറെ കാലം അത് തുടരാൻ അവൾക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അന്ന് രാത്രി ലിയ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. ഇനി അയാൾ ജീവനോടെ ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ ലിയയുടെ ആകെ ഒരു
ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസം അവൾ ധൈര്യപൂർവ്വം പുറത്തെ ആ ഒരു ലെറ്റർ ബോക്സിൽ നിന്നും ലെറ്റർ എല്ലാം എടുക്കുന്നുണ്ട്. ഇതേ സമയം ജെയിംസും അവരുടെ മകൾ സിഡ്നിയും തമ്മിൽ അവളുടെ അഡ്മിഷന്റെ കാര്യം പറഞ്ഞ് വഴക്ക് നടക്കുകയാണ്. പക്ഷേ ലിയയിൽ വന്ന മാറ്റം കണ്ട് അവർ രണ്ടുപേരും അവളെ അഭിനന്ദിക്കുന്നുണ്ട്. ഇപ്പോൾ കൊണ്ടുവന്ന ലെറ്റേഴ്സിൽ ഒരെണ്ണം ലിയയ്ക്കുള്ളതായിരുന്നു. അവൾ ഇവിടെയാണ് ഉള്ളതെന്ന് ആർക്കും അറിയില്ല. പിന്നെ ഇതെങ്ങനെ പോസിബിൾ ആകുമെന്ന് പേടിച്ച് നോക്കുമ്പോൾ ലെറ്റർ അയച്ചത് അവളുടെ ഹസ്ബൻഡ് എഡ്രിയാന്റെ സഹോദരനായിരുന്നു. അയാളൊരു വക്കീലാണ്. എഡ്രിയാൻ മരിച്ചതുകൊണ്ട് അവന്റെ സ്വത്തുക്കളെല്ലാം ഭാഗം വെക്കാൻ നേരത്തെ തയ്യാറാക്കിയ പ്രമാണം വായിക്കാനും കൈകാര്യം ചെയ്യാനുമാണ് ആ ഒരു ലെറ്റർ അയച്ചിരിക്കുന്നത്. ആ ഒരു വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ലിയയ്ക്ക് $50 ലക്ഷം എസ്റ്റേറ്റുമാണ് ലഭിക്കുക എന്നാണ്. അടുത്ത 4 വർഷത്തേക്ക് $1 ലക്ഷം തവണകളായിട്ട് മാസം തോറും നൽകാനാണ് തീരുമാനം. പക്ഷെ അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഈ ഒരു പീരീഡിൽ കുറ്റകരമായ കാര്യങ്ങളിലൊന്നും ലിയ ഇടപെടാൻ പാടില്ല. അങ്ങനെ ആ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ലിയ ഒരു വലിയൊരു പണക്കാരിയായിട്ട് മാറുകയാണ്. വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് താമസിക്കാൻ ഒരു ഇടം കൊടുത്ത ജെയിംസിനും സിഡ്നിക്കും ലിയ ഒരു കിടിലൻ സർപ്രൈസ് കൊടുക്കുന്നു. ജെയിംസിന് വീട് പെയിന്റ് ചെയ്യാൻ ഒരു ഏണി വളരെ അത്യാവശ്യമായിരുന്നു. സോ അവൾ അവന് വേണ്ടി പുതിയൊരു ലാഡർ വാങ്ങിക്കുകയാണ്. അത് സിഡ്നിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് അടുത്ത ഒരു സർപ്രൈസ് പൊട്ടിക്കുന്നത്. അവളുടെ ആഗ്രഹം പോലെ ഫാഷൻ സ്കൂളിൽ ജോയിൻ ചെയ്യാനുള്ള പണവും അതുപോലെ ഭാവി ജീവിതത്തിന് വേണ്ടിയുള്ള പണവും ഇനി ലിയയാണ് സ്പോൺസർ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി സിഡ്നിയുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മാസാമാസം $1 ലക്ഷം ഇടാനാണ് ലിയയുടെ പ്ലാൻ. അതവർക്ക് രണ്ടുപേർക്കും വലിയൊരു ഷോക്കായി. അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിയുമായി. അവർ 3 പേരും ആ ഒരു സന്തോഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആരോ ഒരാൾ നിരീക്ഷിക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ലിയ അവളുടെ ഡ്രസ്സ് എടുത്ത് വെക്കുമ്പോൾ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് വെറും തോന്നലാണെന്ന് അവൾ ആശ്വസിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ ലിയ എഴുന്നേറ്റ് കുക്ക് ചെയ്യുകയാണ്. ജെയിംസ് ആണെങ്കിൽ റെഡിയായിട്ട് ജോലിക്ക് പോകാനും തുടങ്ങുന്നു. ജെയിംസ് ഒരു പോലീസ് ഓഫീസറാണ്. അയാൾ പോയ ശേഷം ലിയ സിഡ്നിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുമ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഗ്യാസ് സ്റ്റൗവിൽ പെട്ടെന്ന് ഫ്ലെയിം കൂടുന്നുണ്ട്. കുറച്ച് നിമിഷത്തിന് ശേഷം പാനിൽ ചൂട് കയറി തീ പിടിക്കുകയാണ്. അത് കണ്ട് പേടിക്കുന്ന ലിയ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ സിഡ്നി ബുദ്ധിപൂർവ്വം ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് തീ അണക്കുന്നുണ്ട്. ഭാഗ്യത്തിന് വേറെ കുഴപ്പമൊന്നും ആ ഒരു സമയത്ത് ഉണ്ടായില്ല. അന്ന് രാത്രിയാകുമ്പോൾ ആ വീടിൽ മറ്റാരോ ഉള്ളതായി ലിയക്ക് തോന്നുന്നുണ്ട്. അവൾ എന്തോ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അതിനെ ഫോളോ ചെയ്ത് കിച്ചൺ വരെ എത്തുന്നു. ആദ്യം അത് ജെയിംസ് ആണെന്ന് കരുതുന്നുണ്ടെങ്കിലും അവിടെ ആരെയും കാണുന്നില്ല. പെട്ടെന്ന് ഡോർ ഓപ്പൺ ആക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവൾ നന്നായി ഭയക്കുന്നുണ്ട്. എന്നാലും അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പായത് കൊണ്ട് തന്നെ അവൾ ശ്വാസം വിടുമ്പോൾ പുറത്തേക്ക് പുക പോലെ പോകുന്നുണ്ട്. പുറകിലായി മറ്റാരോ ശ്വാസം വിട്ട പോലെ പുകയും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവിടെ ആരുമില്ല എന്നുറപ്പിച്ച് ലിയ അകത്തേക്ക് പോയി ഡോർ ക്ലോസ് ചെയ്യുന്നു. ലിയയും അതുപോലെ ജെയിംസിന്റെ മകൾ സിഡ്നിയും ഒരുമിച്ചാണ് ഉറങ്ങുന്നത്. അവർ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ പിടിച്ച് വലിച്ചതുപോലെ പുതപ്പ് താഴേക്ക് വീഴുന്നു. റൂമിലെ ലൈറ്റ്സും മിന്നി തെളിയുന്നുണ്ട്. കണ്ണു തുറക്കുന്ന ലിയ ഒരു ആൾ രൂപം കണ്ട് പേടിക്കുന്നുണ്ടെങ്കിലും അത് പക്ഷേ സിഡ്നിയുടെ ഫാഷൻ സ്റ്റഡീസിന് ഉപയോഗിക്കുന്ന ഒരു ഡമ്മി ആയിരുന്നു. അത് മനസ്സിലാക്കുമ്പോൾ ഒന്ന് സമാധാനിക്കുന്ന ലിയ പുതപ്പ് കാണാതെ നോക്കുകയാണ്. താഴെ കിടക്കുന്ന പുതപ്പെടുത്ത് കഴിയുമ്പോൾ അവിടെ ആ ഒരു ചെയറിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതിലാരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്നൊരു പേടി തോന്നിയിട്ട് പുതപ്പ് അതിന് മുകളിലേക്ക് എറിയുകയാണ്. പക്ഷേ അവിടെയെല്ലാം നോർമൽ ആയിരുന്നു. ആ ഒരു ആശ്വാസത്തിൽ പുതപ്പ് വലിച്ച് ഉറങ്ങാൻ പോകുമ്പോൾ പെട്ടെന്ന് ആരോ ചവിട്ടി നിർത്തിയതുപോലെ ആ ഒരു പുതപ്പ് അവിടെ സ്റ്റക്കാകുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരോ ഒരാൾ പുതപ്പിൽ ചവിട്ടി മുന്നോട്ട് വരുന്നത് പോലെ. അത് കണ്ടവൾ പേടിക്കുകയാണ്. അപ്പോൾ തന്നെ അതവിടെ ഇട്ട് പാനിക്കായിട്ട് ജെയിംസിനെ വിളിക്കുന്നുണ്ട്. അവനും പേടിച്ച് റൂമിലേക്ക് ഓടി വരുമ്പോൾ നമ്മുടെ സിഡ്നി അവിടെ പെപ്പർ സ്പ്രേ അടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ ജെയിംസിന്റെ കണ്ണിൽ അവിടെ ആരെയും കാണാത്തതുകൊണ്ട് ഇതെല്ലാം അവളുടെ വെറുമൊരു തോന്നലായിരിക്കും എന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എഡ്രിയാന്റെ കാര്യം ആലോചിച്ച് ഓരോന്ന് ചിന്തിച്ചു കൂട്ടേണ്ട എന്നും നാളത്തെ ഇന്റർവ്യൂവിനെ കുറിച്ച് ആലോചിച്ച് നന്നായി ഉറങ്ങാനും പറഞ്ഞ് ജെയിംസ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസം ലിയ ഇന്റർവ്യൂവിന് പോകുമ്പോൾ വളരെ നന്നായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവൾ ചെയ്ത വർക്കുകളെല്ലാം പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ അവളുടെ ഫയലിൽ എടുത്തു വെച്ചിരുന്ന ആ ഒരു വർക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ ഇന്റർവ്യൂവർ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് വർക്കെല്ലാം മെയിൽ ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അവൾക്ക് എന്തോ വയ്യായിക വന്ന് തല കറങ്ങി വീഴുകയാണ്. അതിനെ തുടർന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വരുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞ് അവരവളെ വിടുകയാണ്. ശേഷം അടുത്ത ദിവസം ലിയെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുകയാണ്. അവർ പറയുന്നത് അവളുടെ രക്തത്തിൽ ഡയസപ്പാമിന്റെ ആ ഒരു അളവെന്ന് പറയുന്നത് വളരെയധികം ഉയർന്നതുകൊണ്ടാണ് അവൾക്ക് ബോധക്ഷയം ഉണ്ടായത് എന്നാണ്. മറ്റെന്തോ കൂടി ഡോക്ടർ പറയാൻ തുടങ്ങുമ്പോൾ അന്ന് എഡ്രിയാന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുള്ള ആ ഒരു മെഡിസിൻ ബോട്ടിൽ അവിടെ ഇരിക്കുന്നത് കണ്ട് അവൾ ഞെട്ടുകയാണ്. അത് കാണുമ്പോൾ തന്നെ ഇതിന്റെ എല്ലാം പുറകിൽ എഡ്രിയാൻ തന്നെയാണെന്ന് അവൾ ഉറപ്പിക്കുന്നു. സോ അവൾ അവന്റെ ബ്രദറും അഡ്വക്കേറ്റുമായ ടോമിനെ കാണാൻ വേണ്ടി ജെയിംസിനെയും കൂട്ടി പോകുന്നു. അവൾ അവിടെ വെച്ച് ഒരു കഥ പറയുകയാണ്. ഒരു ദിവസം രാത്രിയായപ്പോൾ എഡ്രിയാനെ ഉപേക്ഷിച്ച് എങ്ങനെ വീട്ടിൽ നിന്നും രക്ഷപ്പെടാമെന്ന് അവൾ മനസ്സിൽ പ്ലാൻ ചെയ്യുകയായിരുന്നു.
അതേസമയം അവളെ നോക്കിക്കൊണ്ട് അവനും അപ്പുറത്തുണ്ടായിരുന്നു. അവൾ ഒരക്ഷരം പോലും പറയുന്നതിന് മുൻപ് തന്നെ ഒരിക്കലും അവനെ വിട്ടുപോകാൻ പറ്റില്ലെന്ന് ലിയോയോട് അവൻ പറഞ്ഞു. ലോകത്തിന്റെ ഏതു കോണിൽ പോയാലും അവളെ അവൻ കണ്ടെത്തുമെന്നും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവൻ അവളുടെ തൊട്ടു മുമ്പിൽ വന്ന് നിൽക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാലും അവനവിടെ ഉണ്ടായിരുന്നു എന്ന് അവളെ അറിയിക്കാൻ അവിടെ ഒരു സൂചന ഉണ്ടാകുമെന്നും അവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്ച്വലി ഡയസപ്പ മരുന്നിന്റെ ആ ഒരു ബോട്ടിൽ അങ്ങനെ ഒരു സൂചനയായിരുന്നു. അവൾ അവനെ ഉപേക്ഷിച്ച ആ ഒരു ദിവസം ആ ഒരു മരുന്ന് ഉപയോഗിച്ചാണ് അവനെ മയക്കി കിടത്തിയത്. പിന്നീട് അത് അവൾക്ക് അവിടെ നഷ്ടപ്പെട്ടിരുന്നല്ലോ. ഇപ്പോഴാണെങ്കിൽ ആ ഒരു മരുന്ന് അവളുള്ള സ്ഥലത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതിനർത്ഥം എഡ്രിയൻ മരിച്ചിട്ടില്ല എന്ന് തന്നെയാണെന്ന് ലിയ തറപ്പിച്ച് പറയുന്നു. പക്ഷേ ടോം അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. കാരണം ടോം എഡ്രിയാന്റെ അനിയനായതുകൊണ്ട് തന്നെ അവന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തിയ ആളാണ്. ലിയ പറയുന്നത് അദൃശ്യനായിരിക്കാനുള്ള എന്തോ ഒരു മാർഗം അവൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. അത് കേട്ട് ജെയിംസും ഞെട്ടുന്നുണ്ട്. എന്നാൽ ഒപ്റ്റിക്സിൽ എഡ്രിയാനെ വെല്ലാൻ വേറെ ആളില്ല എന്ന് അവർക്കെല്ലാം അറിയുന്ന ആ ഒരു കാര്യമാണ്. സോ അവനതിന് സാധിക്കും എന്ന് ലിയ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവളെ വിശ്വസിക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഇതെല്ലാം ലിയയുടെ തോന്നലാണെന്നും അതാണ് എഡ്രിയാന്റെ കഴിവ് എന്നൊക്കെയാണ് ടോം പറയുന്നത്. ആക്ച്വലി എഡ്രിയാൻ ടോമിനെയും കൺട്രോൾ ചെയ്തിരുന്നു. ലിയ അവന്റെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് അവൻ ടോമിനും ഒരു തലവേദനയായിരുന്നു. സോ ടോമിന് അവനെ അത്ര ഇഷ്ടമല്ലായിരുന്നത്രേ. അതുകൊണ്ട് തന്നെ അവൻ മരിച്ച ദിവസം അറിഞ്ഞ ടോമിനും ആശ്വാസമാണ് തോന്നിയത്. അവൻ മരിച്ചു എന്നത് സത്യമാണെന്ന് പറഞ്ഞ് ടോം കുറച്ച് ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി അവനെ ആലോചിച്ച് പേടിക്കരുതെന്നും പറയുന്നുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം ലിയ അവളുടെ സിസ്റ്റർ എമിലിയെ കാണാൻ വേണ്ടി പോകുന്നു. പക്ഷേ എമിലി അവളോട് വല്ലാത്തൊരു ദേഷ്യമുള്ളത് പോലെയാണ് സംസാരിക്കുന്നത്. കാരണം എമിലിക്ക് ലിയയുടെ ഒരു മെയിൽ വന്നിരുന്നു. അതിൽ എമിലിയെക്കുറിച്ച് മോശമായാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു മെയിൽ അവൾ അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എമിലി അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഇതെല്ലാം ചെയ്യുന്നത് എഡ്രിയാനാണെന്ന് അവൾ പറയുമ്പോൾ അവൻ മരിച്ചു എന്നും പോയി ഏതായാലും ഡോക്ടറെ കണ്ട് ട്രീറ്റ് ചെയ്യാനും പറഞ്ഞ് എമിലി വല്ലാത്തൊരു ദേഷ്യത്തോടെ ഡോർ അടക്കുന്നു. തിരിച്ച് വീട്ടിലെത്തുന്ന ലിയ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ എമിലിക്ക് അയച്ച ഓരോ വാക്കുകളും കണ്ട് സങ്കടപ്പെടുകയാണ്. ശരിക്കും അത് അവളല്ലല്ലോ ചെയ്തത്. അവളെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകറ്റാൻ വേണ്ടി ആരോ ചെയ്യുന്നതാണ്. അവൾ അതെല്ലാം ആലോചിച്ച് നിലത്ത് കിടന്ന് കരയുമ്പോൾ അങ്ങോട്ടേക്ക് സിഡ്നി വരുന്നുണ്ട്. അവൾ ലിയയെ സമാധാനിപ്പിക്കാനും അതുപോലെ സന്തോഷിപ്പിക്കാനൊക്കെ ഓരോന്ന് പറയുമ്പോൾ ലിയക്ക് കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ സിഡ്നിയെ ആരോ ഇടിക്കുന്നു. അതും ലിയ അല്ല ചെയ്തതെന്ന് നമുക്ക് കാണാം. പക്ഷേ സിഡ്നിക്ക് തോന്നുന്നത് അവളെ ലിയ അടിച്ചിട്ടത് പോലെയായിരുന്നു. അവൾ അപ്പോൾ തന്നെ ജെയിംസിനെ വിളിച്ച് കരയുകയാണ്. ജെയിംസിനെ കാണുമ്പോൾ ലിയ അവളുടെ ആ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവരതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. അയാൾക്ക് സ്വന്തം മകളുടെ സുരക്ഷ തന്നെ ആയിരിക്കുമല്ലോ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അയാൾ കുട്ടിയെ വിളിച്ച് പോകുമ്പോൾ ലിയ ഓരോന്ന് പറഞ്ഞ് അവരുടെ പുറകെ ചെല്ലുന്നു. ലിയയെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്താനായിട്ട് എഡ്രിയാൻ ചെയ്യുന്നതാണ് ഇതെല്ലാം എന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്ന ജെയിംസ് അവളോട് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ സിഡ്നിയെ കൊണ്ട് ജെയിംസ് പുറത്തേക്ക് പോകുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി ലിയ എഡ്രിയാനോട് എവിടെയാണ് നീ എന്ന് ചോദിക്കുന്നു. അവൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അവനവിടെ അദൃശ്യനായിട്ട് നിൽക്കുന്നുണ്ടെന്ന് എന്ന് തന്നെയാണ് അവളുടെ ആ ഒരു വിശ്വാസം. സോ എവിടെയാണെങ്കിലും മുന്നിലേക്ക് വരാൻ അവൾ അവനെ വെല്ലുവിളിക്കുന്നു. പിന്നെ കൊച്ചു പിള്ളേരെ അടിക്കുന്നത് വലിയ കാര്യമല്ല എന്നും ധൈര്യമുണ്ടെങ്കിൽ എന്നെ അടിക്കുമെന്നും പറഞ്ഞ് അവൾ കിച്ചണിൽ നിന്ന് ഒരു കത്തിയെടുക്കുന്നു. ശേഷം കോഫി പൗഡർ എടുത്ത് നിലത്തെല്ലാം വിതുറുകയാണ്. എന്നിട്ട് ചുവരിനോട് ചേർന്ന് നിൽക്കുകയാണ്. ശരിക്കും അവനവിടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് നടക്കുമ്പോൾ അവന്റെ കാൽപ്പാടുകൾ അവിടെയുള്ള കോഫി പൗഡറിൽ പതിയും. അതിനുവേണ്ടി അവൾ അവനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് പറയുകയാണ്. എന്ത് പറഞ്ഞിട്ടും ഒരു പ്രയോജനവുമില്ല എന്ന് കാണുമ്പോൾ അവൾ അവിടെയുള്ള ഒരു ഫോൺ എടുത്തിട്ട് അവന്റെ നമ്പറിലേക്ക് വിളിക്കുന്നു. ആ മുറിയുടെ സീലിംഗിൽ അവന്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ കാര്യങ്ങൾ അവൾ വിചാരിക്കുന്നത് പോലെ തന്നെയാണ് എന്ന് അവൾ ഉറപ്പിക്കുന്നു. ശേഷം മുകളിൽ കയറി നോക്കുമ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. എന്നാൽ അവന്റെ ഫോൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ അവൾ ഉറങ്ങിക്കിടന്നപ്പോൾ എടുത്ത ഫോട്ടോസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കത്തിയും അവൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ കാണാതായ ആ ഒരു പേപ്പേഴ്സ് ഒക്കെ കണ്ട് അവൾ പേടിക്കുകയാണ്. പെട്ടെന്ന് ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു. ഒരു അൺനോൺ നമ്പറിൽ നിന്ന് സർപ്രൈസ് എന്നൊരു മെസ്സേജാണ് വന്നത്. അതായത് അവളെ നിരീക്ഷിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ ഉണ്ട് എന്നുറപ്പാണ്. അത് ആലോചിച്ച് പേടിക്കുന്ന അവൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ഏണിയിലേക്ക് നോക്കുമ്പോൾ ഒരു ബുദ്ധി തോന്നിയിട്ട് അവിടെ ഉണ്ടായിരുന്ന പെയിന്റ് എടുത്ത് താഴേക്ക് ഒഴിക്കുകയാണ്. പെട്ടെന്ന് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഒരാൾ രൂപം നിൽക്കുകയാണ്. ആ പെയിന്റ് ദേഹത്ത് വീണപ്പോൾ അയാളുടെ രൂപം കുറച്ച് വിസിബിൾ ആകുന്നുണ്ട്. അത് കണ്ടപ്പോൾ ലിയയും ഒത്തിരി പേടിച്ചു പോയിരുന്നു. പക്ഷെ അയാൾ അവിടെ നിന്ന് മാറിയപ്പോൾ താഴേക്ക് ഇറങ്ങാനുള്ള ആ ഒരു ഏണിയും മറിച്ചിട്ടിരുന്നു. എന്നാലും അവൾ എങ്ങനെയോ താഴേക്ക് ചാടി കയ്യിലെ കത്തിയും പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ്. അവന്റെ ദേഹത്ത് നിന്ന് വീണ പെയിന്റ് തുള്ളിയെ ഫോളോ ചെയ്ത് വരുമ്പോൾ ഹാളിൽ വെച്ച് അവൾ സ്റ്റെക്ക് ആകുന്നു. പെട്ടെന്ന് കിച്ചണിൽ പൈപ്പ് തുറന്ന ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് അവൾ പോകുമ്പോൾ വാഷ് ബേസിൽ നിറയെ പെയിന്റ് ആയിരുന്നു. അവൻ അവിടെ വെച്ച് ദേഹത്തെ പെയിന്റ് എല്ലാം കഴുകി കളഞ്ഞിട്ടുണ്ടാകണം. അവൻ അവിടെ ഉണ്ടോ എന്നും എവിടെയാണ് നിൽക്കുന്നതെന്നും അറിയാതെ ലിയ കത്തിയുമെടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ കഴുത്തിൽ പിടിച്ചു പൊക്കി ചുമരിനോടടുപ്പിച്ചിട്ട് നിലത്തിടുകയാണ്. ശേഷം കാലിൽ പിടിച്ച് വലിക്കുകയാണ്.
പിന്നീട് അവിടെ നടന്ന ഫൈറ്റ് അതൊരു മായ കാഴ്ച പോലെയായിരുന്നു. ഒരു അദൃശ്യ രൂപം അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ എങ്ങനെയൊക്കെയോ ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവളെപ്പോലെ നമുക്കും അയാളെ കാണാൻ സാധിക്കുന്നില്ലല്ലോ. അയാൾ അവളെ പിടിച്ച് ടേബിളിന് പുറത്തേക്ക് എറിയുന്നു. എന്നിട്ട് ആ ഒരു ടേബിൾ മറിച്ചിട്ട് അവളുടെ മുടിയിൽ പിടിച്ച് വലിക്കുകയാണ്. അവളുടെ കയ്യിലും കാലിലും എല്ലാം പിടിച്ച് വലിച്ചിഴയ്ക്കുമ്പോൾ അവളും പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട്. ശേഷം കയ്യിൽ കിട്ടിയ പാത്രങ്ങളെല്ലാം എടുത്ത് അവന്റെ നേർക്കെറിയുകയാണ്. അങ്ങനെ ആ ഒരു വീട്ടിൽ നിന്ന് പേടിച്ചിറങ്ങി അവൾ ഓടുമ്പോൾ പുറത്ത് CCTVയിലും അവളെ മാത്രമാണ് കാണുന്നത്. ലിയ റോഡിലേക്ക് ഇറങ്ങിയ ശേഷം ഒരു ക്യാബ് വിളിച്ച് അവിടുന്ന് പോവുകയാണ്. അവൾ പേടിക്കുന്നത് കണ്ട് ക്യാബ് ഡ്രൈവറിന് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. എന്നാലും അയാൾക്കൊരു ലോങ് ഡ്രൈവാണ് കിട്ടിയിരിക്കുന്നത്. കാരണം അവൾ പോകുന്നത് ഇവിടുന്ന് ഒരുപാട് ദൂരെയുള്ള സ്റ്റിൻസൺ ബീച്ചിലേക്കാണ്. ആക്ച്വലി അവിടെയാണ് എഡ്രിയാന്റെ വീട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവർ അവിടെ എത്തുകയാണ്. ഡ്രൈവറിനോട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ലിയ അകത്തേക്ക് പോവുകയാണ്. ഭാഗ്യത്തിന് പാസ്വേഡ് ഒന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് അവൾ ആ ഒരു വീടിനകത്തേക്ക് കയറുന്നുണ്ട്. അത് ശരിക്കും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒറ്റപ്പെട്ടൊരു വീടായിരുന്നു. ഇപ്പോഴും അവിടെ അവരുടെ ആ വളർത്തുനായില്ലേ അതവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവളാണെങ്കിൽ നേരത്തെ തന്നെ തോന്നിയ ഒരു സംശയം ക്ലിയർ ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അന്ന് രാത്രി ലിയ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പുതിയൊരു എക്യുപ്മെന്റ് ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോഴവൾ അത് നോക്കാനായിട്ട് ആ ഒരു മുറിയിലേക്ക് പോവുകയാണ്. ആദ്യം ഒരു പാസ്വേഡ് ഇട്ട് തുറക്കാൻ നോക്കുമ്പോൾ അത് ഓപ്പൺ ആകുന്നില്ല. അപ്പോൾ അവളുടെ മനസ്സിൽ എഡ്രിയാനും അവളും ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ആ ഒരു ഡേറ്റ് ഓർക്കുകയാണ്. അത് ട്രൈ ചെയ്തപ്പോൾ ആ ഡോർ ഓപ്പൺ ആകുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എഡ്രിയാൻ ശരിക്കും റൊമാൻറ്റിക് ആണല്ലേ. എനിവേ അവൾ ആ എക്യുപ്മെന്റിനടുത്തേക്ക് ചെന്ന് അതെല്ലാം ചെക്ക് ചെയ്യുകയാണ്. പെട്ടെന്ന് ഒരു മോഡ് ഓപ്ഷനിൽ ടച്ച് ചെയ്തപ്പോൾ ആ മെഷീനിൽ നേരത്തെ പെയിന്റ് ഒഴിച്ചില്ലേ ആ ഒരു സമയത്ത് കണ്ട രൂപം പോലത്തെ ഒരു സംഭവം വിസിബിളായി വരുന്നുണ്ട്. അത്രയും നേരം അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ അത് കണ്ട് ഷോക്ക് ആവുകയാണ്. അവളുടെ ആ ഒരു സംശയമെല്ലാം കറക്റ്റ് ആയിരുന്നു. അവിടെ ഒരു ഡമ്മി ഉണ്ടായിരുന്നു. അതിനെ കവർ ചെയ്തിട്ട് ഒരു ബ്ലാക്ക് കളറിലെ സ്യൂട്ടുമാണ് ഉണ്ടായിരുന്നത്. ലിയ അത് അഴിച്ചെടുക്കാൻ നോക്കുമ്പോൾ നായ അവിടെ ആരോ വന്നതുപോലെ കുരയ്ക്കുന്നുണ്ട്. ലിയ ആണെങ്കിൽ ആ ഒരു സ്യൂട്ട് അഴിച്ചു മാറ്റിയിട്ട് അവിടെയുള്ളൊരു വാർഡ്രോബിൽ ഒളിച്ചു വെക്കുകയാണ്. ശേഷം അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ അവൻ വന്ന കാര്യം അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾ പേടിച്ച് അവിടെ തന്നെ നോക്കുമ്പോൾ ഡോർ തനിയെ ഓപ്പൺ ആവുകയാണ്. അവൻ നടക്കുന്ന കാൽപ്പാട് കാണുമ്പോൾ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ചാടുകയാണ്. പെട്ടെന്ന് അവരുടെ നായയും അവിടെ നിന്ന് കുരയ്ക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ അവൾ പറ്റുന്ന സ്പീഡിൽ ഓടി കാറിലേക്ക് കയറുകയാണ്. തിരിച്ചു പോകുമ്പോൾ ലിയ എമിലിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ആൾത്തിരക്കുള്ള ഒരു സ്ഥലത്ത് വെച്ച് കാണാമെന്നും ദേഷ്യമെല്ലാം മാറ്റി അവൾക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണമെന്നും റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതനുസരിച്ച് ഒരു തിരക്കുള്ള റെസ്റ്റോറന്റിൽ അവർ മീറ്റ് ചെയ്യുകയാണ്. അവിടെ അവരെ അറ്റൻഡ് ചെയ്യുന്ന ആൾ കുറച്ചധികം ഓവറായിട്ട് അവരോട് സംസാരിക്കുമ്പോൾ എമിലി അവനെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എമിലി അവിടേക്ക് വന്നതിൽ ലിയ ഒത്തിരി ഹാപ്പി ആയിരുന്നു. ആക്ച്വലി ലിയയും എമിലിയും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ള സിസ്റ്റേഴ്സ് ആണ്. എമിലി ശരിക്കും ഒരു പോലീസുകാരിയെ പോലെയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എമിലി കൂടെ ഉള്ളതാണ് ലിയയുടെ ഒരു ആശ്വാസം. ഒരുപക്ഷെ ഒറിജിനൽ പോലീസിലെ നമ്മുടെ ജെയിംസ് പുള്ളിക്ക് പോലും എമിലിയെ പേടിയാണെന്ന് ലിയയ്ക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ എമിലി എപ്പോഴും ലിയയുടെ ഒരു ധൈര്യമായിട്ട് കൂടെ വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അതിനാദ്യം ലിയ പറയാൻ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് എമിലി വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ നേരത്തെ വന്ന സ്റ്റാഫ് വെള്ളവുമായി അവിടേക്ക് വരുന്നു. അവൻ പോയ ശേഷം വളരെ സീക്രട്ട് ആയിട്ട് ലിയ എമിലിയോട് സംസാരിക്കുന്നു. എഡ്രിയാന്റെ വീട്ടിൽ പോയ കാര്യവും അവിടെ നിന്ന് ആ ഒരു സ്യൂട്ട് കിട്ടിയ കാര്യവും അതിൽ കുറെ ക്യാമറകൾ ഉണ്ടെന്നുമെല്ലാം അവൾ പറയുമ്പോൾ ലിയയുടെ സൈഡിൽ എയറിൽ ഒരു കത്തി നിൽക്കുന്നത് കണ്ട് എമിലി പേടിക്കുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് ഈ ഒരു കാഴ്ചയാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കത്തി എമിലിയുടെ കഴുത്തറുക്കുകയും ലിയയുടെ കയ്യിൽ വന്നിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലിയയുടെ കൺമുൻപിൽ വെച്ച് രക്തം വാർന്നൊലിച്ച് എമിലി ഇല്ലാതാവുകയാണ്. അവിടെ ഇരുന്നിരുന്ന മറ്റു ആളുകളൊക്കെ നോക്കുമ്പോൾ ലിയ എമിലിയെ കൊന്ന പോലെയല്ലേ തോന്നുള്ളൂ. അങ്ങനെ അവരുടെയൊക്കെ മുമ്പിൽ ലിയ ഒരു കൊലപാതകയായിട്ട് മാറുകയാണ്. ആ ഒരു നിമിഷം ലിയ അനുഭവിച്ച വിഷമവും അവനോട് വന്ന ദേഷ്യവും വളരെയധികം വലുതായിരുന്നു. പോലീസ് അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ സ്വന്തം സിസ്റ്ററിനെ കൊല്ലാൻ അവൾക്കാകില്ല എന്നും അവനാണ് ചെയ്തതെന്നും ലിയ അലറിക്കരഞ്ഞ് പറയുകയായിരുന്നു. അവളുടെ ആ ഒരു മാനസികാവസ്ഥ കണക്കിലെടുത്ത് ലിയയെ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷനെ കൊടുത്ത് കിടത്തുമ്പോൾ അവിടെയും അവനുണ്ടെന്ന പേടി അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ അവളുടെ ബോധം മറയുമ്പോൾ അന്ന് ഫോണിലേക്ക് വന്നൊരു മെസ്സേജിലെ അതുപോലെ സർപ്രൈസ് എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ജെയിംസും മറ്റൊരു പോലീസ് ഓഫീസറും ചേർന്ന് ലിയയെ ചോദ്യം ചെയ്യുകയാണ്. അവളെ ഒരു കുറ്റവാളി എന്ന രീതിയിലാണ് അവർ കാണുന്നത്. പിന്നെ ഒരു കൊലപാതകം ചെയ്തയാളെ കുറ്റവാളി എന്ന രീതിയിലല്ലേ കാണാൻ പറ്റുള്ളൂ. സോ അവളെ ഒരു കുറ്റവാളി എന്ന രീതിയിലാണ് അവർ കാണുന്നത്. അവൾക്ക് അവരോട് കാര്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ട്. എന്നാൽ അദൃശ്യനായിട്ട് എഡ്രിയാൻ അവിടെ ഉണ്ട് എന്നാണ് അവൾ ജെയിംസിനോട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവർക്ക് വിശ്വസിക്കാനാകുന്നില്ല. ആർക്കും വിശ്വസിക്കാനാകില്ലല്ലോ. ഇതൊക്കെ കേട്ടാൽ അവൾക്ക് ഭ്രാന്തായിരിക്കുമെന്ന് ആരും ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ജെയിംസ് മറ്റേ ഉദ്യോഗസ്ഥനെ പറഞ്ഞുവിട്ട് അവളോട് സംസാരിക്കുകയാണ്. കാരണം അന്ന് രാത്രി അവളെ ഒറ്റയ്ക്കാക്കി പോകരുതായിരുന്നു എന്നാണ് ജെയിംസിന് ഇപ്പോൾ തോന്നുന്നത്. ഒരു തരത്തിൽ നോക്കിയാൽ അപ്പോഴാണല്ലോ ലിയ ശരിക്കും ഒറ്റപ്പെട്ടത്. ആ ഒരു കുറ്റബോധം ജെയിംസിനെ വിഷമിപ്പിക്കുകയാണ്. അതിനുശേഷം രാത്രിയിൽ ലിയ ഹോസ്പിറ്റൽ മുറിയിൽ ഇരിക്കുമ്പോൾ ലേഡി നഴ്സ് വന്ന് അവളുടെ കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട്. ഒപ്പം ഞെട്ടിക്കുന്ന ഒരു വാർത്തയും പറയുകയാണ്. അതായത് ലിയ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്.
മുൻപ് ആ ഇന്റർവ്യൂവിനിടയിൽ ബോധക്ഷയം സംഭവിച്ചപ്പോൾ നടത്തിയ ടെസ്റ്റിൽ അത് മനസ്സിലായിരുന്നു. പക്ഷേ അന്ന് ഡോക്ടർ അവളോട് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതറിയുന്ന അവളാണെങ്കിൽ വളരെയധികം ഷോക്കാകുന്നുണ്ട്. അടുത്ത ദിവസം അവളെ കാണാൻ ടോം വരുന്നുണ്ട്. അവനും അടുത്ത ഷോക്കിംഗ് ന്യൂസുമായാണ് വരുന്നത്. അവൾക്ക് എഡ്രിയാന്റെ സ്വത്തിൽ നിന്നും പണം കൊടുത്തപ്പോൾ ഈ ഒരു പീരീഡിനുള്ളിൽ ക്രിമിനൽ കേസൊന്നും ഉണ്ടാകരുതെന്ന് എന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ അവൾ ഇപ്പോൾ ഒരു കൊലപാതകി എന്നൊരു ലേബലിൽ നിൽക്കുമ്പോൾ തുടർന്ന് പണമൊന്നും കിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. അവൾ സിഡ്നിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് എടുത്തിരുന്നല്ലോ. ഇനി അതിൽ ക്യാഷ് ഇടാൻ ലിയക്ക് സാധിക്കില്ല എന്ന് ഓർക്കുമ്പോൾ ടോമിന് വല്ലാത്ത വിഷമമുണ്ട് എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നത് ടോം ശരിക്കും എഡ്രിയാന്റെ മറ്റൊരു ജെല്ലി ഫിഷ് വേർഷൻ ആണ് എന്നാണ്. അവന്റെ നട്ടലൊഴികെ ബാക്കിയെല്ലാം ടോമിനുണ്ട് എന്നവൾ പുച്ഛത്തോടെ പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ടോം കമ്പനി ഷെയറെല്ലാം എഴുതി തരാൻ പറഞ്ഞ് ഡോക്യുമെന്റും പെന്നും കൊടുക്കുകയാണ്. ഒപ്പം അവൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. അയാൾ പറയുന്നത് കുഞ്ഞിനെ വളർത്താമെന്ന് സമ്മതിച്ചാൽ അവരവളെ സഹായിക്കാമെന്നായിരുന്നു. അത് കേട്ട് ലിയ ഞെട്ടുകയാണ്. അവൻ പറയുന്നത് തിരിച്ചു വന്ന് എഡ്രിയാന്റെ കൂടെ ജീവിക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ്. അപ്പോ എഡ്രിയാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇവനറിയാം. അപ്പോ അവനെല്ലാ സത്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഈ ഒരു നാടകം കളിക്കുന്നത് അല്ലേ? അവൾ ഗർഭനിരോധന ഗുളികകളെല്ലാം കഴിക്കുന്നതറിഞ്ഞ് എഡ്രിയാൻ തന്നെയാണ് ആ ഒരു മരുന്ന് മാറ്റി പകരം മറ്റെന്തോ വെച്ചത്. അവളുടെ മനസ്സ് വായിക്കുന്ന എഡ്രിയാന് ഇതൊക്കെ മനസ്സിലാക്കി ആ ഒരു മരുന്നൊക്കെ എടുത്ത് മാറ്റിവെക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. സോ അവളെത്ര ഓടി ഒളിച്ചാലും അവളെ കണ്ടെത്തുമെന്നും ലിയയ്ക്ക് അവനെ ആവശ്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവൻ അവളെ വേണ്ടതെന്നും ടോം പറയുകയാണ്. ആക്ച്വലി ഇതുവരെ ആരും എഡ്രിയാനെ വിട്ടു പോയിട്ടില്ലത്രേ. അവനതിന് അനുവദിക്കുകയുമില്ല. അവളിപ്പോൾ ഗർഭിണിയായതുകൊണ്ട് മാത്രം അവൻ ഇതെല്ലാം നിർത്തി കോംപ്രമൈസിന് തയ്യാറാവുകയാണെന്നാ പറയുന്നത്. ഒരു ഫോൺ കോൾ ചെയ്താൽ എല്ലാം അവസാനിപ്പിക്കാമെന്നും അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്ന ലിയ അതെല്ലാം തട്ടിക്കളയുകയാണ്. കാരണം അവളുടെ സഹോദരിയെ കൊന്ന ഒരുത്തന്റെ കൂടെ ജീവിക്കാനോ അവന് മാപ്പ് കൊടുക്കാനോ അവൾ തയ്യാറല്ലായിരുന്നു. എന്തായാലും പയ്യെ ആലോചിച്ച് തീരുമാനമെടുത്താൽ മതിയെന്നും 3 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാമെന്നും പറഞ്ഞ് ടോം അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം അടുത്ത ദിവസങ്ങളിൽ മഴയും ചുഴലിക്കാറ്റുമെല്ലാം ഉണ്ടാകുന്ന മുന്നറിയിപ്പ് TV ന്യൂസിൽ കാണാം. ലിയയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ടേബിളിന് മുകളിൽ പേപ്പർ ഒട്ടിച്ചു വെച്ചിരുന്ന കുറച്ച് ഗം എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെയോ അവൾ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്. രാത്രിയാകുമ്പോൾ നേരത്തെ ന്യൂസിൽ പറഞ്ഞ പോലെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. ലിയയുടെ നോർമൽ ചെക്കപ്പ് കഴിഞ്ഞ് നഴ്സ് മുറിയിൽ നിന്ന് പോകുമ്പോൾ അവൾ നേരത്തെ മുറിയിൽ ഒളിച്ചു വെച്ച ആ ഒരു പേന എടുക്കുകയാണ്. അതൊളിപ്പിക്കാനാണ് അവൾ നേരത്തെ ആ ഒരു ഗം എടുത്തത്. സൈൻ ചെയ്യാൻ വേണ്ടി ടോം കൊടുത്ത ആ ഒരു പേന വളരെ ബുദ്ധിപൂർവ്വം അവൾ എടുത്തു വെച്ചിരുന്നു. അങ്ങനെ ബാത്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്ത ശേഷം എഡ്രിയാനെ വെല്ലുവിളിച്ച് അവൾ ആ ഒരു പേന കൊണ്ട് സ്വയം കയ്യിൽ മുറിവുണ്ടാക്കുകയാണ്. അത് തടയാനായി അവൻ ശ്രമിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അവൻ അവളെ തടയാൻ നോക്കിയപ്പോൾ അവൾ തിരിച്ച് ആ പേന വെച്ച് അവനെ കുത്തുകയാണ്. അവൾ കുത്തുമ്പോഴെല്ലാം അവന്റെ രൂപം വിസിബിൾ ആകുന്നുണ്ടായിരുന്നു. അവൻ അവളെ തിരിച്ച് ചവിട്ടുമ്പോൾ ആ ഒരു ശബ്ദം കേട്ട് കാവലിൽ നിന്ന് പോലീസുകാരില്ലേ അവരങ്ങോട്ടേക്ക് വരികയാണ്. ആ ഒരു പോലീസുകാരൻ എഡ്രിയാനെ ഭാഗികമായി കാണുമ്പോൾ അയാൾ ആക്രമിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ അയാളെ തിരിച്ചാക്രമിക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ ലിയ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അവൾ 2 പോലീസുകാരെ തട്ടി വീഴുമ്പോൾ അവരുടെ മുന്നിൽ ഒരു കൊലയാളി രക്ഷപ്പെടാൻ നോക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവരവളെ പിടിക്കുകയാണ്. അപ്പോൾ എഡ്രിയാൻ ഇൻവിസിബിളായി നിന്ന് പോലീസുകാരെയെല്ലാം ആക്രമിക്കുന്നു. ലിയ പറയുന്നതൊന്നും കേൾക്കാൻ ഒരാളും തയ്യാറായില്ല. അവരുടെയൊക്കെ മുൻപിൽ ഇതെല്ലാം ലിയ ചെയ്യുന്നത് പോലെയാണ് ആദ്യം തോന്നുന്നത്. പിന്നീട് എന്തോ ഒരു അദൃശ്യ ശക്തി ചെയ്യുന്നത് പോലെയും തോന്നാൻ തുടങ്ങി. പക്ഷേ ലിയ അവന്റെ മുൻപിൽ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവളൊരു ഗണ്ണെടുത്ത് എഡ്രിയാനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച് എങ്ങനെയൊക്കെയോ ആ ഒരു ഹോസ്പിറ്റലിന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. പുറത്താണെങ്കിൽ നല്ല മഴയായിരുന്നു. നേരത്തെ നടന്ന ഫൈറ്റിൽ എഡ്രിയാന്റെ ആ ഒരു സ്യൂട്ടിന് ഡാമേജ് പറ്റിയതുകൊണ്ട് ഇടയ്ക്ക് അവൻ വിസിബിൾ ആകുന്നുണ്ടായിരുന്നു. അവിടെ കുറെ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ലിയ എഡ്രിയാനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവളെ തിരഞ്ഞുകൊണ്ട് പോലീസുകാരും അവിടെ നോക്കാൻ തുടങ്ങുകയാണ്. അവിടെ ഒരു വണ്ടിയുടെ ബൂട്ട് തുറന്നു കിടക്കുന്നത് കണ്ട് ലിയ അവിടെ വന്ന് നോക്കുമ്പോൾ കുറച്ച് നിമിഷം കഴിഞ്ഞ് എഡ്രിയാൻ വിസിബിൾ ആയിട്ട് അവളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. മഴ കാരണം വിസിബിൾ ആകാതിരിക്കാൻ വേണ്ടി പുള്ളി അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. ശേഷം അവളെ ആക്രമിക്കാൻ നോക്കുകയാണ്. എന്നിട്ട് അവൻ അവളെ നൈസായിട്ട് ഭീഷണിപ്പെടുത്തുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് കൂടുതൽ കളിക്കാൻ നിന്നാൽ അവൾക്ക് പ്രിയപ്പെട്ടവരായ ഓരോരുത്തരും മരിച്ചു വീഴാൻ തുടങ്ങുമെന്നും അതിനവൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമെന്നും ഒക്കെയായിരുന്നു. ആ ഒരു നിമിഷം അവിടേക്ക് വന്ന ഒരു പോലീസുകാരനെയും അവൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ലിയ ആണെങ്കിൽ അവിടെ കിടന്നിരുന്ന ഒരു തോക്കും എടുത്ത് പോവുകയാണ്. അപ്പോഴേക്കും എഡ്രിയാൻ ഒരു കാർ എടുത്ത് സ്പീഡിൽ അതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ആക്സിഡന്റ് ആയ മറ്റൊരു വാഹനം എടുത്ത് ലിയയും അവനെ ഫോളോ ചെയ്യുകയാണ്. ആ കാറിൽ ഇരുന്ന് ലിയ നമ്മുടെ ജെയിംസിനെ കോൾ ചെയ്യുന്നുണ്ട്. അവളൊരു കുറ്റവാളി ആയതുകൊണ്ട് ജെയിംസ് അവളോട് ഇതെല്ലാം ക്രൈം ആണെന്ന് പറയുമ്പോൾ അവൾ പറയുന്നത് സിഡ്നിയുടെ ജീവൻ അപകടത്തിലാണെന്നും പെട്ടെന്ന് വീട്ടിലേക്ക് വരാനുമാണ്. അങ്ങനെ എഡ്രിയാൻ ആദ്യം ജെയിംസിന്റെ വീട്ടിലെത്തി സിഡ്നി കിടക്കുന്ന റൂമിലേക്ക് കടക്കുകയാണ്. അവൾക്കവിടെ ആരോ വന്ന പോലെ തോന്നുമ്പോൾ പേടിച്ചെഴുന്നേറ്റ് പെപ്പർ സ്പ്രേ കയ്യിൽ കരുതുന്നുണ്ട്. ശേഷം ആരെയും കാണുന്നില്ലെങ്കിലും അവിടെ സ്പ്രേ ചെയ്യുമ്പോൾ അവൻ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ടേബിളിലേക്ക് മറിഞ്ഞു വീണ് അവിടെയുള്ള സാധനങ്ങളൊക്കെ താഴെ വീഴുന്നുണ്ട്. മുറിയിൽ എന്തോ അദൃശ്യമായി ഉണ്ടെന്ന് മനസ്സിലായ സിഡ്നി പേടിച്ച് പുറത്തേക്ക് ഓടുമ്പോൾ അവൻ അവളെ വലിച്ച് നിലത്തിടുകയാണ്. അപ്പോഴേക്കും ജെയിംസും വീട്ടിലെത്തിയിരുന്നു. സിഡ്നി അവിടെ കിടക്കുന്നത് കണ്ട് ജെയിംസ് തോക്കുമെടുത്ത് വരുമ്പോൾ അവൻ ഇൻവിസിബിളായി നിന്ന് ജെയിംസിനെ
ജെയിംസിനെയും ആക്രമിക്കുകയാണ്. ജെയിംസിനെ ഇങ്ങനെ അടികിട്ടുന്നത് കണ്ട് സിഡ്നിയും പേടിച്ചിരിക്കുകയാണ്. നേരത്തെ തെറിച്ചുപോയ തോക്കെടുക്കാൻ ജെയിംസ് ശ്രമിക്കുമ്പോൾ അവനെ വലിച്ചിഴച്ച് അടിച്ച് ചോര തെറിപ്പിച്ച് കൊല്ലാൻ നോക്കുകയായിരുന്നു എഡ്രിയാൻ. ഒരു നിമിഷം ജെയിംസിന്റെ ബോധം പോയപ്പോൾ ലിയ അവിടേക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് ഓടി വരികയാണ്. അവളത് പ്രയോഗിക്കുമ്പോൾ എഡ്രിയാൻ വിസിബിൾ ആവുകയാണ്. അങ്ങനെ അവനെ ലക്ഷ്യമാക്കി ലിയ തുരുതുര വെടിവെക്കാൻ തുടങ്ങി. വെടിയേറ്റ ആ ഒരു വേദനയിൽ കുറച്ച് മുന്നോട്ട് നടന്ന് അവൻ അവിടെ വീഴുകയാണ്. അവൻ മരിച്ചു എന്ന് മനസ്സിലാകുമ്പോൾ സിഡ്നി വന്ന് ജെയിംസിനെ എഴുന്നേൽപ്പിക്കുന്നു. ലിയ അപ്പോൾ അവന്റെ ആ ഒരു മാസ്ക് ഊരുകയാണ്. പക്ഷേ അവിടെ ഒരു വല്ലാത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മളോ അവളോ വിചാരിച്ച പോലെ അത് എഡ്രിയാൻ ആയിരുന്നില്ല, മറിച്ച് അത് മറ്റേ വക്കീലില്ലേ, എഡ്രിയാന്റെ അനിയൻ ടോം, അവനായിരുന്നു അത്. അത് കണ്ട് അവൾ ശരിക്കും ഷോക്കാവുകയാണ്. അതിനെ തുടർന്ന് എഡ്രിയാന്റെ വീട് പോലീസുകാർ പരിശോധിച്ചപ്പോൾ അവനെ ബേസ്മെന്റിൽ ബന്ദിയാക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ്. ലിയയെ പോലെ എഡ്രിയാനും അവന്റെ സഹോദരനായ ടോമിന്റെ ക്രൂരതകൾക്ക് ഇരയായിരുന്നു എന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. പക്ഷേ ലിയ മാത്രം അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇതിന്റെയെല്ലാം പിന്നിൽ എഡ്രിയാൻ തന്നെയാണെന്നും ഇതെല്ലാം അവന്റെ ഒരു നാടകമാണെന്നുമാണ് ലിയ പറയുന്നത്. അത് കേൾക്കുന്ന ജെയിംസ് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ അത് സമ്മതിക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലിയ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കുറെ തെളിവുകളുണ്ടെന്നും സ്വയരക്ഷയ്ക്കായിട്ട് ടോമിനെ കൊന്നതാണ് എന്നതിന് ജെയിംസും സാക്ഷിയാണെന്ന് അവൻ പറയുകയാണ്. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരുന്നില്ല. കാരണം എഡ്രിയാൻ ജീവനോടെയുള്ള കാലം വരെ ലിയയ്ക്ക് ഒരു സമാധാനവും കിട്ടില്ല എന്നവൾ തറപ്പിച്ച് പറയുകയാണ്. അന്ന് രാത്രി ലിയയും സിഡ്നിയും ഉറങ്ങാൻ കിടക്കുമ്പോൾ സിഡ്നിക്ക് ഇനിയും എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നവൾ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ ഫോൺ എടുത്ത് എഡ്രിയാനെ വിളിക്കുകയാണ്. അവളുടെ കോളിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് അവനും സംസാരിക്കുന്നത്. ആ രാത്രി തന്നെ അവൾ അവനെ കാണാനായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അവളെ കാണുന്ന ആ ഒരു നിമിഷം എഡ്രിയാൻ വളരെയധികം സ്നേഹത്തോടെയാണ് ലിയയോട് സംസാരിക്കുന്നത്. അവൾക്ക് വേണ്ടി വലിയൊരു ഡിന്നറും അവൻ ഒരുക്കിയിരുന്നു. അത് കഴിക്കാനായിട്ട് അവർ ഇരിക്കുമ്പോൾ എഡ്രിയാൻ വലിയൊരു കുറ്റസമ്മതം തന്നെ നടത്തുകയാണ്. ഇത്രയും നാൾ അവളെ നല്ല രീതിയിൽ നോക്കിയില്ല എന്നൊക്കെ വല്ലാത്ത വിഷമത്തോടുകൂടി പറയുകയാണ്. അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണെന്നും അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം ആ ഒരു മുറിയിലെ CCTV ക്യാമറയിൽ റെക്കോർഡ് ആകുന്നുണ്ടായിരുന്നു. അവന് ഈ കുഞ്ഞിന്റെയും അവളുടെയും കൂടെ ജീവിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് ഏറ്റു പറയണമെന്നവൾ വാശി പിടിക്കുമ്പോൾ എല്ലാം ചെയ്തത് ടോം തന്നെയാണെന്ന് അവൻ ആവർത്തിച്ച് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ലിയ അവനോട് ചൂടാകുമ്പോൾ അവർ തമ്മിൽ വാക്ക് തർക്കം വരുന്നുണ്ട്. ഇതെല്ലാം ഹെഡ്സെറ്റിലൂടെ കേട്ട് പുറത്ത് കാറിൽ നമ്മുടെ ജെയിംസും ഇരിപ്പുണ്ടായിരുന്നു. എഡ്രിയാൻ ആണെങ്കിൽ ടോമാണ് എല്ലാത്തിനെയും മാസ്റ്റർ ബ്രെയിൻ എന്നും അവൻ നിരപരാധിയാണ് എന്നും പറയുമ്പോൾ നുണകൾ കേട്ട് സഹിക്കാൻ വയ്യാതെ ലിയ കരയാൻ തുടങ്ങുകയാണ്. അവൻ ശരിക്കും അവളെ ഒരു ഭ്രാന്തിയാക്കാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അവൾ കരയുന്നത് കാണുമ്പോൾ അവൻ അടുത്ത് ചെന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുകയാണ്. ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ പോവുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം അവിടെ ഇരുന്നിരുന്ന എഡ്രിയാനെ കൊണ്ട് ആരോ ചെയ്യിപ്പിക്കുന്നത് പോലെ അവന്റെ കയ്യിലുള്ള ആ ഒരു കത്തിവെച്ച് അവൻ സ്വയം കഴുത്തറുക്കുകയാണ്. CCTVയിലൂടെ കാണുമ്പോൾ അത് ശരിക്കും ഒരു ആത്മഹത്യയായിരുന്നു. പെട്ടെന്ന് വാഷ്റൂമിൽ പോയ ലിയ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ചോരയിൽ കുളിച്ച് ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന എഡ്രിയാനെ ആയിരുന്നു. അവൾ പേടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. ശേഷം വെപ്രാളത്തിൽ പോലീസിനെ വിളിക്കുകയാണ്. അത് കാറിലിരുന്ന് കേൾക്കുന്ന ജെയിംസ് പേടിച്ച് അവളുടെ അടുത്തേക്ക് ഓടുന്നുണ്ട്. ലിയ ആണെങ്കിൽ അത്രയും നേരം വല്ലാതെ പേടിച്ച് കരഞ്ഞിട്ട് ക്യാമറ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറുമ്പോൾ അവളുടെ മുഖഭാവം മാറുകയാണ്. എന്നിട്ട് സർപ്രൈസ് എന്ന് ആ ഒരു ഡയലോഗ് അവനോട് തിരിച്ച് പറയുകയാണ്. ആ ഒരു നിമിഷം എഡ്രിയാന്റെ ജീവനും നഷ്ടപ്പെടുകയാണ്. ജെയിംസ് ആണെങ്കിൽ ലിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പേടിച്ചാണ് ഓടി വരുന്നത്. ലിയ അവളുടെ നായയും കൂട്ടി വളരെ കൂളായി പുറത്തേക്ക് വരികയാണ്. എഡ്രിയാൻ കഴുത്തറത്ത് ആത്മഹത്യ ചെയ്തതാണെന്ന് അവൾ പറയുമ്പോൾ ലിയയുടെ ബാഗിൽ ഉണ്ടായിരുന്ന ഇൻവിസിബിൾ ആകുന്ന ആ ഒരു സ്യൂട്ട് കണ്ട് ജെയിംസിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. എന്നാലും അവൾ അവനോട് ഒന്നും വിട്ടു പറയുന്നില്ല. മാത്രമല്ല ഇത്രയും നേരം നടന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ജെയിംസിനും അവൻ ആത്മഹത്യ ചെയ്തതാണ് എന്ന് തന്നെയാണ് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. അതായത് അവൾ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ വരുത്തി തീർത്തു. അങ്ങനെ അവളെ നിയന്ത്രിച്ച ആ മനുഷ്യനെ അവൻ കണ്ടുപിടിച്ച അതേ ഇൻവിസിബിൾ സ്യൂട്ട് ഉപയോഗിച്ച് കൊന്ന ശേഷം സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും പുതിയ ജീവിതത്തിനായി തയ്യാറെടുക്കുന്ന ലിയെ കാണിച്ചുകൊണ്ട് ഈ ഒരു സൈഫൈ ത്രില്ലർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബായ്.